വെൽക്കം ടു ജിലേബി ക്യൂസീൻ. ഞാൻ ജിബി ജിജോ. നമ്മൾ ഇന്ന് ചെയ്യുന്നത് അൽഫാം ചിക്കനാണ്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. മാരിനേറ്റ് ചെയ്യണം, പിന്നെ അതിനെ കുക്ക് ചെയ്തെടുക്കണം, അത്രയും മാത്രമേ ഉള്ളൂ. ഇത് പാനിലാണ് ഞാനിവിടെ ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങളുടെ വീട്ടിലെ ഗ്രില്ലോ അല്ലെങ്കിൽ കനലൊക്കെ ഇട്ടിട്ടോ ചുട്ടെടുക്കാനുള്ള സൗകര്യം ഇല്ലെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ പാനിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ചിക്കൻ ഒരു സ്മോക്കി ഫ്ലേവർ കൊടുക്കാനായിട്ട് ചാർക്കോൾ ഒന്നും നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ അതെങ്ങനെ ചെയ്യാമെന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അതേപോലെ ഇനി ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇനിയുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കണോടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഫേസ്ബുക്ക് പേജും ഫോളോ ചെയ്യുക. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അത് വലിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കുക. സ്കിന്നുള്ള ചിക്കൻ ആയിരിക്കും ടേസ്റ്റ്. നിങ്ങൾക്ക് സ്കിൻ താല്പര്യമില്ലെങ്കിൽ സ്കിൻലെസ് ആയിട്ടും ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ ചിക്കൻ ഒന്ന് സോഫ്റ്റ് ആക്കി കിട്ടാനായിട്ട് ഒന്ന് അടിച്ചു കൊടുക്കാം. ഞാനിവിടെ ചപ്പാത്തി പരത്തുന്ന കോലാണ് എടുത്തിരിക്കുന്നത്. വളരെ ശക്തിയിൽ അടിക്കരുത്, ചെറുക്കി ഒന്ന് അടിച്ചു കൊടുത്താൽ മാത്രം മതി. എല്ലാ പീസസും ഇതുപോലെ ഒന്ന് അടിച്ച് സോഫ്റ്റ് ആക്കി എടുക്കുക. നമുക്ക് ചിക്കൻ ഒന്ന് വരഞ്ഞു കൊടുക്കാം. മസാലയൊക്കെ ഉള്ളിലേക്ക് ചെന്നിട്ട് ആ ചിക്കന് നല്ല ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. എല്ലാ പീസസും അതേപോലെ വരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 2 ടീസ്പൂണ് തൈരാണ് ഇട്ട് കൊടുക്കുന്നത്. നല്ല കട്ട തൈരാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ചെറുനാരങ്ങ നീര് വേണം. ഒരു ചെറിയ നാരങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെ ഇതുപോലെ പിഴിഞ്ഞെടുക്കുക. ആവശ്യത്തിന് ഉപ്പൂടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ചിക്കനിലേക്ക് ഇതൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. നമുക്കിത് അടച്ച് ഒരു 10 മിനിറ്റ് വയ്ക്കാം. ഇവിടെ ഞാൻ ഒരു ചെറിയ സവാള എടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം. ഇതും നമുക്ക് ചിക്കനിലേക്ക് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാനുള്ളതാണ്. സവാളയും തക്കാളിയും ഇതേപോലെ ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് മസാല കൂടെ ഇട്ട് കൊടുക്കാനുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ്, 1 ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റ്. ചിക്കൻ അല്ലേ, അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റോടെ ഇട്ട് കൊടുക്കാം. ജീരകപ്പൊടി 1 ടീസ്പൂൺ, ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതാണ് ഇട്ട് കൊടുത്തത്. നല്ല എരിവുള്ള മുളക് പൊടി ഒരു 1/4 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ ഗരം മസാല. ഇത് നല്ല പോലെ ഒന്ന് നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാം. ഈ അടിച്ചെടുത്ത പേസ്റ്റ് നമുക്ക് ഈ ചിക്കനിലേക്ക് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ മസാലയൊക്കെ നല്ലപോലെ തേച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിനെ ഒരു 2 തൊട്ട് 6 മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാനായിട്ട് വിടാം. ഇരിക്കും തോറും ചിക്കന് ടേസ്റ്റ് കൂടും. അപ്പം കുറഞ്ഞത് ഒരു 2 മണിക്കൂറെങ്കിലും വെക്കണം. മാരിനേറ്റ് ചെയ്ത് കിട്ടുന്നതിനായിട്ട് ഞാനിത് ഫ്രിഡ്ജിൽ വെക്കുകയാണ്. ഞാനിവിടെ ഏകദേശം ഒരു 8 മണിക്കൂർ വെച്ചിരുന്നു. എന്നിട്ട് ഞാനിത് എടുത്തിട്ടുണ്ട്. നല്ലപോലെ മാരിനേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ടൊരു പാൻ എടുക്കുക. അതിലേക്ക് വളരെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. അതായത് 1 ടീസ്പൂണോളം അല്ലെങ്കിൽ 2 ടീസ്പൂൺ അത്ര എണ്ണ മതി. അത് ഒഴിച്ചു കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. എന്നിട്ട് പാൻ ചൂടാകുമ്പോൾ എണ്ണയൊന്ന് ചൂടായി കിട്ടുമ്പോൾ നമുക്കതിലേക്ക് ചിക്കൻ വെച്ച് കൊടുക്കാം.
ഇതൊരു ചെറിയ പാൻ ആയതുകൊണ്ട് ഞാനിവിടെ ഒരു 2 പീസ് മാത്രമേ വെക്കുന്നുള്ളൂ. ബാക്കിയുള്ളത് ഞാനൊരു 3 പാനിലായിട്ടാണ് ഇപ്പോൾ ഈ ചിക്കൻ ഉണ്ടാക്കി എടുക്കാനായിട്ട് പോകുന്നത്. ഓഫ് ഫ്ലെയിമിൽ വേണം ചിക്കൻ കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്കൊരു അടപ്പ് വെച്ച് അടച്ചു കൊടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. എന്നിട്ട് ഇതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഈ ചിക്കൻ ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് തിരിച്ചിട്ട് കൊടുത്ത് നല്ലപോലെ വെന്ത് കിട്ടുന്നിടം വരെ കുക്ക് ചെയ്തെടുക്കണം. ഏകദേശം ഒരു ½ അവറൊക്കെ എടുക്കും ഇതൊന്ന് നല്ലപോലെ കുക്കായി കിട്ടാനായിട്ട്. ചിക്കൻ വെന്ത് വരുമ്പം ഇതേപോലെ വെള്ളം ഇറങ്ങും. അപ്പോൾ ആ വെള്ളമൊക്കെ വറ്റി വേണം ഇത് ഫ്രൈ ആയി കിട്ടാനായിട്ട്. ഏകദേശം ഒരു 25 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഈ ചിക്കൻ ഒന്ന് നോക്കിക്കോ. ഇതിപ്പോൾ ഇനി നമുക്ക് ഒന്നുകൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ആ സൈഡിലൂടെ ഒരു ബ്രൗൺ ഷെയ്ഡ് ആക്കി എടുക്കാം. എന്നിട്ട് ഇപ്പോൾ ചിക്കനൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. ചിക്കൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് കൊടുക്കുക. സൈഡൊക്കെ വേണമെങ്കിൽ ഒന്ന് വെച്ച് കൊടുക്കുക എണ്ണയിലോട്ട്. അപ്പോൾ ആ ഭാഗവും നല്ല ഒരു ബ്രൗൺ ഷെയ്ഡിൽ കിട്ടും. ഇത് അൽഫാം ചിക്കൻ അല്ലേ, അപ്പോൾ ഇത് ശരിക്കും കനലിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ആ ഒരു മണവും ടേസ്റ്റും കിട്ടുന്നതിനായിട്ട് ഞാൻ ഈ ചിക്കനെ ഇതേപോലെ പാനിൽ അടുക്കിയെടുത്തു. എന്നിട്ട് നടുക്കൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു കനൽ വെച്ച് കൊടുക്കുകയാണ്. ഞാൻ ചിരട്ട കരിച്ചെടുത്തതാണ്. ഇത് ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുത്തതെന്നുള്ളത് വീഡിയോയുടെ അവസാനം കാണിക്കാം. 2 പീസ് എടുത്തിട്ടുണ്ട്. ഞാനൊരു കത്രിക ഉപയോഗിച്ചാണ് ഇതിനെ ഇങ്ങനെ പിടിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതേപോലെ പിടിക്കാൻ വേറെ ഏതെങ്കിലും സാധനം ഉണ്ടെങ്കിൽ പിടിക്കുക. എന്നിട്ട് സ്റ്റൗ ഓൺ ചെയ്തിട്ട് അതിനെ ഒന്ന് കത്തിച്ചെടുക്കുക. വളരെ കെയർഫുള്ളായിട്ട് ചെയ്യണം. കൈയൊന്നും പൊള്ളിക്കാതെ കെയർഫുള്ളായിട്ട് ചെയ്യുക. വേഗം തന്നെ ഇത് നമുക്ക് ആ പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. കനൽ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വേഗം തന്നെ അടപ്പെടുത്ത് അടച്ചു വയ്ക്കണം. ഇതിലിപ്പോൾ പുക നിറയുന്നുണ്ട്. നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണുമോ എന്നറിയില്ല. അപ്പോൾ ഇങ്ങനെ പുക ഇതിലേക്ക് തന്നെ കുറേ നേരം അങ്ങനെ വെച്ചിരിക്കുക. ഒരു 10-15 മിനിറ്റ് വയ്ക്കുക. അപ്പോൾ ചിക്കനിലേക്ക് ആ ഒരു മണമൊക്കെ കിട്ടും. അതേപോലെ ഞാൻ ഈ അടപ്പിലൊരു ചെറിയ ഹോൾ ഉണ്ടായിരുന്നു, അതും അടച്ചു കൊടുത്തിട്ടുണ്ട്. ആ ഒരു ചാർക്കോളിൻ്റെ ആ പുകയൊന്നും പുറത്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിന് പകരം നിങ്ങൾക്ക് ചാർക്കോൾ വാങ്ങിച്ച് ഉപയോഗിക്കാവുന്നതാണ്. എനിക്ക് ചാർക്കോൾ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തിരിക്കുന്നത്. പ്രത്യേകം പറഞ്ഞോട്ടെ, ഞാൻ സ്റ്റൗ ഓൺ ആക്കിയിട്ടില്ല. വീഡിയോ എടുക്കാനുള്ള സൗകര്യത്തിനായിട്ട് സ്റ്റൗവിൻ്റെ മേലെ വെച്ചു എന്നേ ഉള്ളൂ. ചിരട്ട ഇതേപോലെ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ചൂടാക്കിയെടുക്കുക. ഞാനൊരു ഹോൾഡറൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ നല്ലപോലെ ചൂടായി വരുമ്പോൾ ഇതേപോലെ കത്തി കിട്ടും. അതിനെ നല്ലപോലെ അത് കത്താൻ തുടങ്ങുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. അതിനുശേഷം ഒരു ഇരുമ്പോ അങ്ങനെ വെട്ടിരുമ്പോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഇതിനെ ഉടച്ചെടുത്ത് പീസാക്കി വയ്ക്കുക. പൊള്ളിക്കാതെ വേണം ചെയ്യാനായിട്ട്. സൂക്ഷിച്ച് ചെയ്യുക. വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. തീയൊന്നും ആളി പടരാതെ ശ്രദ്ധിക്കണം. വേറെല്ലാം ഉണ്ടെങ്കിൽ ഉറപ്പായും ചെയ്യരുത്. അൽഫാം ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു സെർവിങ് പ്ലേറ്റിലൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. സെർവ് ചെയ്യുമ്പോൾ കുറച്ച് മയോണൈസും മല്ലിയിലയും പുതിനയിലയൊക്കെ ഇട്ട് ഒരു ചട്നിയൊക്കെ വെച്ചിട്ട് സെർവ് ചെയ്യുക. ചപ്പാത്തിക്ക് ഒപ്പവും അല്ലെങ്കിൽ നിങ്ങൾക്ക് കുബൂസൊക്കെ തയ്യാറാക്കിയിട്ട് അതിൻ്റെ ഒപ്പമൊക്കെ കഴിക്കാനായിട്ട് നല്ലതാണ്. വളരെ ടേസ്റ്റിയാണ്. അതേപോലെ റൈസിൻ്റെ കൂടെയും, അതായത് ഫ്ലേവേർഡ് റൈസ് ഉണ്ടല്ലോ, നമ്മൾ ബിരിയാണി സ്റ്റൈലിൽ ഉണ്ടാക്കിയെടുക്കുന്ന റൈസിനൊപ്പമൊക്കെ ഇത് വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണുന്നവരെ ബൈ ബൈ. താങ്ക് യു.